നമസ്കാരം. നമുക്ക് ഇന്നൊരു ജാതകം പരിചയപ്പെടാം. വളരെ പ്രശസ്തമായ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുകയും ആധ്യാത്മിക രംഗത്തും ഈ അധ്യാപന രംഗത്തും മികച്ച സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നതുമായ ഒരാൾ. അദ്ദേഹം ഇങ്ങനെയായി ആധ്യാത്മിക തലത്തിലായാലും അധ്യാപന തലത്തിലായാലും നല്ല ശാന്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ വൈകാരികങ്ങളായ പ്രതികരണങ്ങളില്ലാതെ താത്വികനായി, പക്ഷേ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു വ്യക്തിത്വം. അപ്പോൾ നമുക്ക് ഗ്രഹനിലയിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും സൂചന കിട്ടുമോ എന്ന് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ ലഗ്നം വന്നിരിക്കുന്നത് ധനുരാശിയിൽ. അവിടെ മാന്തിയും ശിഖിയുമുണ്ട്. 2-ൽ ശനി, 4-ൽ ഗുരുചന്ദ്രൻ, 11-ൽ രവി ബുധ ശുക്രൻ, കുജൻ 12-ൽ സർപ്പൻ 7. ആദ്യം നോക്കേണ്ടത് ലഗ്നത്തിനും ലഗ്നാധിപനും ബലം ഉണ്ടോ എന്നുള്ളതാണ്. ചിലരെങ്കിലും പറയും രാഹു കേതുക്കളുടെ ആക്സിസിൽ ലഗ്നത്തിൽ തന്നെ മാന്തി നിൽക്കുന്നു, എല്ലാം തീർന്നു, ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞു. ജാതകത്തിൽ രാഹു കേതുക്കളെയും മാന്തിയെയും നോക്കരുത്. ആദ്യം ലഗ്നത്തിന് ബലമുണ്ടോ എന്ന് നോക്കണം, ലഗ്നാധിപനെയും നോക്കണം. ലഗ്നാധിപനായ ഗുരു കേന്ദ്രത്തിൽ നിൽപ്പുണ്ട്. സ്വന്തം രാശിയിലാണ് നിൽക്കുന്നത്. കേന്ദ്രത്തിൽ ലഗ്നാധിപൻ നിൽക്കുമ്പോൾ ഹംസയോഗം, പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഹംസയോഗം പ്രദാനം ചെയ്ത് നിൽക്കുന്നു എന്ന് മാത്രവുമല്ല, 8-ാം ഭാവപതിയാണെങ്കിലും ചന്ദ്രനുമായി ഗജകേസരി യോഗം പ്രദാനം ചെയ്യുന്നു. 2 സംഗതികളാണ് ഗജകേസരി യോഗവും ഹംസയോഗവും. ലഗ്നാധിപൻ അസാധ്യബലം. ലഗ്നത്തിലേക്ക് മറ്റ് ദൃഷ്ടികളൊന്നുമില്ല. ഇനി ഈ ധനു ലഗ്നത്തിന് ഒരു സംഗതിയുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യകാലത്ത്. മേടം, ചിങ്ങം, ധനു ത്രികോണങ്ങളാണ്. 1, 5, 9 ത്രികോണങ്ങളാണ്. ഈ രാശിചക്രത്തിലെ ആദ്യത്തെ ത്രികോണത്തിലെ ആദ്യ രാശിയായ മേടം രാശിയുടെ അധിപൻ കയ്യൂക്കിൻ്റെ, ചിങ്ങം അധികാരത്തിൻ്റെ, ധനു അറിവിൻ്റെ ആ ഹുങ്ക്, ആ ഒരു തലയെടുപ്പ് അത് ഉണ്ടായിരിക്കും. ഏതെങ്കിലും കഴിവുള്ളവൻ അങ്ങനെ ചെയ്യുമല്ലോ. അറിവുള്ളവൻ മറ്റുള്ളവരുടെ മുമ്പിൽ അനാവശ്യമായിട്ട് കലബലാവെന്ന് സംസാരിക്കുകയില്ല. അയാളൊരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. ഒരു കമ്മിറ്റിയൊക്കെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ വാക്കുകളായിരിക്കും ശ്രദ്ധിക്കപ്പെടുക. അപ്പോൾ അങ്ങനെ ബലമുണ്ട്. ഇനി ബാക്കി ഗ്രഹങ്ങളെ നമുക്ക് നോക്കാം. 2-ാം ഭാവപതി 2-ലുണ്ട്. സ്വക്ഷേത്ര ബലവാനായി. അത് 12-ലാണെങ്കിലും 12-ാം ഭാവപതി 12-ൽ ചൊവ്വ. ഭാവപതി ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണല്ലോ. രവിയും ബുധനും ശുക്രനും 11-ൽ എല്ലാ ഗ്രഹങ്ങൾക്കും നല്ലത്. 11-ാം ഭാവപതി ശുക്രൻ സ്വക്ഷേത്ര ബലവാനാണ്. ഈ യോഗങ്ങൾ, നിപുണയോഗം എല്ലാം പ്രദാനം ചെയ്തിരിക്കുന്ന 11 സർവദോഷ, സൂര്യനാണെങ്കിൽ സർവദോഷ പരിഹാരം എന്ന ഗ്രഹങ്ങളെല്ലാം. ഈ 12 ഗ്രഹം മോശം എന്ന് പറയും, പക്ഷെ 12-ാം ഭാവപതിയാ 12-ൽ നിൽക്കുക. ഇനി നോക്കൂ, 4-ൽ നിന്നുകൊണ്ട് ബലവാനായി ഗുരുവിനെ 8-ലോട്ടോ 12-ലോട്ടും ഗുരുവിന് ലഗ്നാൽ 8-ലോട്ടും 12-ലോട്ടും ദൃഷ്ടിയുണ്ട്. 8-ാം ഭാവപതി ചന്ദ്രൻ തന്നെ ലഗ്നാധിപനുമായി നിൽക്കുന്നു. ലഗ്നാധിപൻ 8-ലേക്ക് നോക്കുന്നു. ആയുസ്സിന് പഞ്ചമില്ല.
എന്ന് തന്നെ കാരണം 12-ാം ഭാവപതിയും 12 നിൽക്കുന്നു. ലഗ്നാധിപന്റെ ബന്ധം 8-ലേക്കും 12-ലേക്കും. 8-ാം ഭാവപതി ചന്ദ്രയോഗം ചെയ്തിരിക്കുന്നു. ദീർഘായുസായിരിക്കുമെന്ന് നിശ്ചയം പറയാം. ഒരു മനുഷ്യായുസിന് കിട്ടുന്ന ദീർഘായുസ് എത്രയാ? 120. 120 നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അത്രയും ഇഴഞ്ഞു വലിഞ്ഞ് കിടന്നിട്ടും കാര്യം, നമ്മൾ കോമ അവസ്ഥയിലോ കിടക്കയിലോ മറ്റുള്ളവർക്ക് ശല്യമായിട്ട് കിടന്നിട്ട് കാര്യമില്ല. അവിടെ കർമ്മം ഇവിടെ അവസാനിക്കുമ്പോൾ സലാം പറയാൻ ചിലർക്ക് ഭാഗ്യമുണ്ടാവും, ചിലർക്ക് അമിത ദീർഘായുസ് കിട്ടി നരകതുല്യമായ വേദന അനുഭവിക്കേണ്ടിയും വരും. ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 3000 വർഷം പുഴുത്തലഞ്ഞ് വേദന അനുഭവിച്ച് ജീവിക്കുന്ന അശ്വത്ഥാത്മാവിൻ്റെ അങ്ങനെ ജീവിച്ചിട്ടെന്ത് കാര്യം? അങ്ങനെ ജീവിച്ചിട്ടൊരു കാര്യവുമില്ല. 27 വയസ്സ് വരെ മാത്രം ജീവിച്ച ആദിശങ്കരനെ പോലെ, വലിയ ദീർഘായുസില്ലാതിരുന്ന സ്വാമി വിവേകാനന്ദനെ പോലെ, ക്രിസ്തുവിനെ പോലെ ഒക്കെയുള്ള ജീവിതങ്ങൾ അവരാ ചുരുങ്ങിയ കാലം കൊണ്ട് ധന്യമാക്കി എന്നുള്ളതാണ്. എന്നാലും നമുക്ക് ജീവിതത്തോടുള്ള ആസക്തി, മരിച്ചു പോകുമെന്നറിയാം, ജീവിതത്തോടുള്ള ആസക്തി നമുക്ക് മാറുന്നില്ല. ഞാനൊരു മുമ്പൊരു കഥ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തിൽ ഉള്ളതാണെന്ന് തോന്നുന്നു. ഒരു പാമ്പ് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു. ആ പാമ്പ് ഒരു പക്കിയല്ല, വായിൽ ഒരു തവളയെ പല്ലുകൾ ആഴ്ത്തി വച്ചിരിക്കുകയാണ്. തവളക്കറിയാം ഏത് നിമിഷവും താൻ അകത്താവുമെന്ന്. ഒരു രക്ഷയുമില്ല, മരണം ഉറപ്പാണ്. അപ്പോഴത്തേക്കുമാണ് ഈ തവളയുടെ വായ്ക്കരികെ കൂടെ ഒരു പക്കി കടന്നു പോകുന്നത്. ആ പക്കിയെ നാക്ക് നീട്ടി ഈ തവള അകത്താക്കുക. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കഥ. ആ മരിക്കാൻ പോകുന്ന സമയത്ത് പോലും ആ ജീവിതത്തിലേക്ക് കിട്ടുന്ന ആ പക്കിയെ തിന്നുന്ന അല്പസുഖം ആ തവളക്ക് അനുഭവിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ആചാര്യൻ വെറുതെ പറഞ്ഞു വെച്ചതല്ല. കാലമാകുന്ന ഈ പാമ്പിനുള്ളിൽ, കാലം എന്ന ഓരോ ദിവസം കഴിയും തോറും നാം അങ്ങോട്ടത്തേക്കുള്ള പ്രയാണം ആരംഭിക്കുക. അങ്ങനെ ഈ കാലമാകുന്ന, ചുമ്മാല്ല കാലൻ വന്ന് കൊണ്ടുപോകുമെന്ന് പറയുന്നത്, ഈ കാലമാകുന്ന പാമ്പിൻ്റെ വായ്ക്കകത്തിരിക്കുന്ന തവളയാണ് മനുഷ്യനെന്നും, ആ മനുഷ്യനെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ നേരത്തിലേക്ക് പോലും ആ ആസക്തി, ഒരല്പസുഖത്തിലേക്ക് വേണ്ടിയുള്ള ആസക്തി അവസാനിക്കുന്നില്ല എന്നും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഓതിത്തന്ന മഹാന്മാരാണവർ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കടന്നു വരാം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടൊരു സംഗതി, ഓരോ ഗ്രഹങ്ങൾക്കും കാരകത്വം കൊടുത്തിട്ടുണ്ട് പല രീതിയിൽ. ഗുരുവിന് സന്താനങ്ങളുടെ കാര്യം അങ്ങനെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആധ്യാത്മികതയുടെ കാരകൻ കൂടെയാണ് ഗുരു. ലഗ്നാധിപനും ആധ്യാത്മികതയുടെ കാരകനുമായ ഗുരുവിന് 4-ൽ നിന്ന് 10-ലേക്ക് ദൃഷ്ടി. 10-ാം ഭാവപതി 11-ൽ ആധ്യാത്മിക മേഖലകളിൽ പുതിയ തത്വചിന്താപരമായ പ്രഭാഷണങ്ങളിലൂടെ, ഫിലോസഫിക്കലായ സംഗതികളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വം നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നോക്കുമ്പോൾ ഈ ഗ്രഹനിലയിൽ ഒരു വശക്കേടും കാണുന്നില്ല. ആധ്യാത്മികതയുടെ കാരകൻ ഗുരുവാണെങ്കിലും 8, 12 ഭാവങ്ങൾക്ക്, 8, 12, 10 ഭാവങ്ങൾക്ക് ആധ്യാത്മികമായും ദൈവികമായുമുള്ള കാര്യങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടായിരിക്കും. അതല്ലേ ആധ്യാത്മികയുടെ കാരകൻ ഗുരു. 8-ലേക്ക് 10, ലഗ്നാലാണ് പറയുന്നത്, 8-ലേക്ക് 10-ലേക്ക് 12-ലേക്ക് ദൃഷ്ടി ചെയ്തുകൊണ്ട് ശക്തനായി നിൽക്കുന്നു. ഇനി ഇദ്ദേഹം പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ടോ 2-ാം ഭാവപതി 2-ൽ നിന്നുകൊണ്ട്, 2-ാം ഭാവപതി സ്വക്ഷേത്ര ബലവാനായി 2-ൽ നിന്നുകൊണ്ട് ഗുരുവിനെയും 8-ാം ഭാവപതി ചന്ദ്രനെയും ദൃഷ്ടി ചെയ്യുന്നു. ശനി 8-ാം ഭാവപതി ചന്ദ്രനെയും 8-ാം ഭാവത്തെയും ദൃഷ്ടി ചെയ്യുന്നു എന്ന് മാത്രമല്ല, 2-ാം ഭാവപതി സ്വക്ഷേത്ര ബല, ശനിക്ക് നിൽക്കുന്ന രാശിയിൽ നിന്ന് 10-ലേക്ക് ദൃഷ്ടിയുണ്ട്. അത് ലഗ്നാൽ 11ആണ്.
ഇവിടെ ഈ 3 ഗ്രഹങ്ങളെയും ശനി ദൃഷ്ടി ചെയ്യുന്നു 2-ാം ഭാവത്തിൽ. ഈ ശനിയും ബുധനുമൊക്കെ ബന്ധപ്പെടുമ്പോൾ, ഇവിടെ ശനിയും ബുധനും, ശനി ദൃഷ്ടി കൊണ്ട് ബുധനുമായി ബന്ധപ്പെടുന്നു. മായാപടു എന്നാ പറയുക. ഏത് വാക്കെടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒരു സ്ഥിരമായ ഒരു പന്ഥാവിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് മാറ്റിമറിക്കപ്പെട്ട പോലെ വേറൊരു കർമ്മപഥം തിരഞ്ഞെടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ബന്ധം. അപ്പോൾ ധന്യമായ ഒരു ഭാഗ്യജന്മത്തിൻ്റെ ജാതകം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ജാതകത്തിൽ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയും. ഇനിയും വ്യത്യസ്തങ്ങളായ നിരവധി ഗ്രഹനിലകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. അതിലേക്ക് വേണ്ടി ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുകയും ചെയ്യും. നന്ദി.